ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂന്തൽ ഡ്രൈ ഫ്രൈ ആണ്. നമ്മൾ സാധാരണ ചിക്കനും മീനൊക്കെ മുളക് തേച്ച് പൊരിച്ചെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കൂന്തൽ പൊരിച്ചെടുക്കേണ്ടത്. കൂന്തൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് കൂന്തലിൽ പിടിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കിലോ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതുപോലെ റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 5-6 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നല്ല രുചിയാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കൂന്തലിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. തിളച്ച് കഴിയുമ്പോൾ അത്യാവശ്യം വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി വരില്ലേ, അതുപോലെ കൂന്തലിൽ നിന്ന് ഒത്തിരി വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്കി കൂടെ വെന്ത് കിട്ടും. ഇനി നമ്മൾ ഏത് പാനിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിലാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടെ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇത് വെള്ളം വറ്റി പോയിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ മസാല കൂന്തലിൽ പിടിച്ച് കിട്ടില്ല. ഇത് പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ മസാല നന്നായിട്ട് കൂന്തലിൽ പിടിക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളത്തോട് കൂടെ വേണം നമ്മളിത് ഇളക്കി കൊടുത്ത് മൊരിയിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായത് കാരണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് കൂന്തലിൽ പിടിച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ ഡ്രൈ ഫ്രൈ ഇവിടെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ നല്ല മൊരിഞ്ഞും കിട്ടും. നല്ല ടേസ്റ്റ് ആണ്. ഇതൊരു 2 സ്പൂൺ ഉണ്ടെങ്കിൽ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ, അത്രക്കും രുചിയാണ്. അപ്പോൾ ഇനി കൂന്തൽ ഇട്ടുമ്പോൾ ഒരു തവണ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.